ഇനി നമ്മൾ ഡൽഹിയിലേക്ക് അർജുൻ പീതാംബരനുണ്ട് വിശദവിവരങ്ങളുമായി അവിടെ നിന്നും. അർജുൻ, ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ നേരത്തെ സംസാരിക്കുമ്പോഴും അർജുൻ പറഞ്ഞിരുന്നു ഒരു തരത്തിലും ഇവിടെ സമരം ആരെയും ബാധിച്ചിട്ടില്ല, സാധാരണ പോലെ ജനജീവിതം മുന്നോട്ട് പോകുന്നുവെന്ന്. എന്താണ് നിലവിലെ അവസ്ഥ? മോത്തി, ഇവിടെ സാധാരണഗതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനജീവിതം. അതിനിടയിൽ ഒരു കാഴ്ച കൂടി ഞാൻ കണ്ടു, അത് നിങ്ങൾ കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഹൗസിന് മുൻവശത്താണ്. ഇവിടെ ഒരു ബോർഡ് കണ്ടു, കേരള NGO അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന. അതൊരു കോൺഗ്രസ് അനുകൂല സംഘടനയാണ്. അവിടെ കേരള ഹൗസിന് തൊട്ട് മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് പണിമുടക്കുന്നില്ല, പ്രഹസന പണിമുടക്കിൽ കേരള NGO അസോസിയേഷൻ പങ്കുചേരില്ല. കുറച്ച് ചോദ്യങ്ങളും അവർ എഴുതി വെച്ചിട്ടുണ്ട്. 12ാം ശമ്പള പരിഷ്കരണം എവിടെ, 6 ഗഡു DA എവിടെ, 6 വർഷത്തെ ലീവ് സറണ്ടർ എവിടെ, മുൻകാല പ്രാബല്യം നിഷേധിച്ച 3 ഗഡു ക്ഷാമബത്തിയുടെ 117 മാസത്തെ കുടിശ്ശിക എവിടെ, തുടങ്ങിയിട്ടുള്ള ചില ചോദ്യങ്ങൾ, OA ടൈപ്പിസ്റ്റ് തസ്തികകൾ എവിടെ, തുടങ്ങിയിട്ടുള്ള ഒരു പ്രതിഷേധം പോലെ അവർ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം കേരള NGO അസോസിയേഷൻ കേരള ഹൗസിന് മുന്നിൽ തന്നെ ഒരു ബോർഡ് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഒരു കോൺഗ്രസ് അനുകൂല സംഘടനയാണ്. അവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ ഈ രീതിയിൽ ജനജീവിതം സാധാരണഗതിയിൽ മുന്നോട്ട് പോകുമ്പോഴും കേരളത്തിൽ സമാനമായി കൊൽക്കത്തയിൽ, പശ്ചിമ ബംഗാളിൽ ചിലയിടങ്ങളിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ നമ്മൾ നാട്ടിൽ കണ്ടു, ഈ ബസ് ഡ്രൈവർമാരെല്ലാം തന്നെ ഹെൽമെറ്റ് ധരിച്ച് സർവീസുകൾ നടത്തുന്നത്. അതുപോലെ കൊൽക്കത്തയിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഈ ബസ് സർവീസുകൾക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഡ്രൈവർമാരെല്ലാവരും ഹെൽമെറ്റ് ധരിച്ചാണ് സർക്കാർ ബസ്സുകളുടെ ഡ്രൈവർമാർ അവിടെ സർവീസുകൾ നടത്തുന്നത്. സർവീസുകൾക്ക് ഇതുവരെയും തടസ്സമുണ്ടായിട്ടില്ല. പക്ഷേ അത് കടുത്ത സുരക്ഷയോടുകൂടിയാണ് ആ സർവീസുകൾ അവിടെ നടക്കുന്നതും. എല്ലാ ഡ്രൈവർമാരും ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം കൊൽക്കത്തയിൽ ചിലയിടത്ത് ഈ ഇടത് അനുകൂല സംഘടനകളുടെ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലയിടത്ത് റോഡുകൾ തടയുന്നുണ്ട്, തീയിടുന്നുണ്ട്. ആ തീയെല്ലാം തന്നെ പോലീസ് അടച്ചിട്ടുണ്ടെങ്കിൽ പോലും ചിലയിടത്ത് അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാദവ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇടത് അനുകൂല സംഘടനകൾ, അവിടെയുള്ള ട്രേഡ് യൂണിയനുകൾ മാർച്ച് നടത്തി ട്രെയിനുകൾ തടയുന്നുണ്ട്. ട്രെയിനുകൾ ഇതുവരെയും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പോലീസുകൾ ഇടപെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും ട്രാക്കുകളിലേക്ക് ഇറങ്ങി ട്രെയിനുകൾ തടയുന്ന ഘട്ടത്തിലേക്ക് കേരളത്തിന് സമാനമായി തന്നെ പശ്ചിമ ബംഗാളിലും കൊൽക്കത്തയിലും അവിടെ ജാദവ്പൂരിലും അടക്കം ചില രംഗങ്ങൾ, ചില ദൃശ്യങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ട്. കൊൽക്കത്തയിലും ഇപ്പോൾ ബാധിച്ചു വരികയാണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനജീവിതത്തെ അവിടെ ബാധിക്കുമെന്നുള്ള കാര്യത്തിലാണ് നിലവിൽ വിലയിരുത്തലുള്ളത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് അവിടെ അധിക പോലീസ് ഡിപ്ലോയ്മെന്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അധിക പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ജനജീവിതം സ്തംഭിക്കാത്ത രീതിയിൽ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഉത്തരേന്ത്യയിലെ കാഴ്ചകൾ. ഉത്തരേന്ത്യയിലെ ഈ സമരം എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് ഈ തരത്തിലൊക്കെയാണ്.